ബിജിലി, ബിജിലി. ഷിരഡിയിലുള്ളവർക്ക് എല്ലാവർക്കും ഈ ബോലോറാമിന്റെ നമസ്കാരം. ഈ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വലിയ നമസ്കാരം. നിങ്ങളുടെ ഇഷ്ടത്തിന് പൂജയും ആരാധനയൊക്കെ ആരംഭിച്ച നിങ്ങളുടെ എല്ലാവരുടെയും കാര്യത്തിൽ എനിക്കൊരു തീരുമാനമെടുക്കേണ്ടി വരും. ഇദ്ദേഹമാണോ നമ്മുടെ ഷിരഡിയിൽ ദീപാവലി വരാതാക്കുന്ന നരകാസുരൻ? എന്ത് കണ്ടിട്ടാണ് ഈ അഹന്ത? നിന്റെ മോൻ നാനാചുത്താറിന്റെ മുഖം ഓർത്തിട്ടാ നിന്നെ വെറുതെ വിടുന്നത്. ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ വീടും പിഴുതെറിഞ്ഞിട്ടുണ്ടാകും ഞാൻ. ദൈവത്തെ കണ്ട് പിശാചെന്ന് പറയോ? രാമനെ കണ്ടിട്ട് രാക്ഷസെന്ന് പറയോ? കൃഷ്ണനെ കണ്ട് കംസൻ എന്ന് പറയോ? ധർമ്മരാജനെ കണ്ടിട്ട് യമധർമ്മരാജൻ എന്ന് പറയോ? ഈ ഷിരഡിയിൽ ധർമ്മം ഒരു കാലിൽ പോയിട്ട് കുറഞ്ഞത് മുട്ടുകാലിൽ പോലും നടക്കുന്നില്ല യജമാനെ. വീണ്ടും വരുന്ന കലിയുഗം നേരിടേണ്ടി വരും അമ്മേ. എന്താ നിങ്ങളെ ശിഷ്യഗണങ്ങൾ പുതിയ കുതന്ത്രങ്ങൾ വല്ലതും പഠിപ്പിക്കുകയാണോ? ഇന്ന് നിങ്ങൾ സാധിച്ച വലിയ കാര്യം എന്താന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും അത് കേട്ട് സന്തോഷിക്കില്ലേ? സന്തോഷിച്ച് ഉല്ലസിച്ച് ആഘോഷിച്ച് മധുരം കഴിക്കാൻ ഗുരുജിക്ക് ഇന്ന് കിട്ടിയത് സമ്മാനമല്ലമ്മ, അപമാനം. ഷിരഡിയെ നയിക്കുന്ന നേതാവിന് നാണക്കേടോ? ഈ നാട്ടിലെ അത്രയും ധൈര്യശാലിയായ വീരപുരുഷൻ ആരാണാവോ? ആണല്ലേ അമ്മേ, ഒരു സാധാരണ പെണ്ണാ. പെണ്ണോ? ഒരു പെണ്ണ് കാരണം കൊണ്ട് നാണക്കേടോ? അക്കാലത്ത് ദ്രൗപദിയുടെ കയ്യിൽ ദുര്യോധനൻ അകപ്പെട്ടു. ഇന്ന് നാനാചോപ്താറിന്റെ അമ്മയുടെ കയ്യിൽ നമ്മുടെ ഗുരുജിയും അകപ്പെട്ടു. ഉണ്ടായ നാണക്കേടിന് നാണം കെടുത്തി തന്നെ പ്രതികാരം ചെയ്യാൻ നിൽക്കാതെ ഇങ്ങനെ ഭീരുവായിരിക്കരുത്. അത് തന്നെ അമ്മേ ഞങ്ങളും പറഞ്ഞോണ്ടിരിക്കുന്നേ. ഈ കാര്യം ആ പട്ടേലെങ്ങാനും അറിഞ്ഞ അയാൾ ഈ കാര്യവും പറഞ്ഞോണ്ട് ഇത് വലിയൊരു ആഘോഷമാക്കി മാറ്റി നമ്മുടെ ഗുരുജീനെ നാണം കെടുത്തും. അങ്ങനെ വല്ലതും സംഭവിച്ച മന്ത്രങ്ങളെ കൊണ്ട് തന്ത്രങ്ങളെ തോൽപ്പിക്കാൻ ഈ ശിരോമണി ഇവിടെ ഉണ്ടല്ലോ. എനിക്കെന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കേണ്ട സമയമായി. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാ ഞങ്ങള് വാതില് കുറ്റിയിട്ട് ഒരു നിമിഷം ആലോചിച്ച് കരുക്കള് നിൽക്കും. ഇറങ്ങിപ്പോടാ മണ്ടന്മാരെ എന്നുള്ള വാക്കുപോലും ഇത്ര മര്യാദയായി പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ ഇനിയും ഇവിടെ നിന്ന് ഞങ്ങളുടെ മാനം കപ്പലേറില്ലേ? വാടാ. ഒന്ന് നിന്നേ. ഈ കാര്യം എങ്ങനെ പട്ടേൽ അറിഞ്ഞാലുണ്ടല്ലോ. അമ്മമ്മ എന്താ ഈ പറയണേ? ഞങ്ങളുടെ വാല് മുറിച്ചു കളയില്ലേ? എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും സൗജന്യം കിട്ടുന്നതിനോട് യജമാന പ്രിയം. നിങ്ങൾ പറഞ്ഞ അനുസരിക്കാതിരിക്കോ? വാടാ പോവാ. ഇങ്ങനെ വിഷമിച്ചിരുന്ന പ്രശ്നം തീരില്ല. ഒന്നാലോചിച്ചു നോക്കിയേ, പരിഹാരം ഉണ്ടാവുന്നേ. ആ കിളവി അവരുടെ മുമ്പിൽ വെച്ച് അത്രയൊക്കെ പറഞ്ഞിട്ട് അവളെ വെറുതെ വിട്ടാ ഈ നാട്ടിലെന്റെ വാക്കൊരു നായ് പോലും കേക്കില്ല. ആദ്യം നിങ്ങൾ വിശ്രമിക്ക്, അത് കഴിഞ്ഞ് പോയാ മതി. നേരം വൈകിയ ചേച്ചിക്ക് വല്ലാതെ ദേഷ്യം വരും. ഇപ്പൊ അതെന്തിനാ ഓർമ്മപ്പെടുത്തിയത്? നിങ്ങളെ എന്ത് ഓർമ്മപ്പെടുത്തണമെങ്കിലും ഞാൻ തന്നെയല്ലേ ചെയ്യണ്ടേ? അതേ ബൈ, അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യ അദ്ദേഹം എന്തിനാ അവിടെ ഇരിക്കുന്നത്, എന്തിനാ വന്നേ? എന്നെ ഒരുപാട് നാൾ പരിചയമുള്ള പോലെ എന്നെ പേര് ചൊല്ലി വിളിച്ചു. എനിക്ക് അള്ളാവ് നേരിട്ട് വന്ന പോലെ തോന്നി. 2 മാസമായി എൻ്റെ ബിജിലിയെ തേടാത്ത സ്ഥലങ്ങളില്ല. അതല്ലാതെ ഞാൻ തനിയെ പോയി ഔറംഗാബാദ് നഗരത്തിൽ വരെ അന്വേഷിച്ചു നോക്കി. എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ബിജിലി എവിടെയുണ്ടെന്ന് അദ്ദേഹമാ പറഞ്ഞു തന്നത്. ചാന്തുഭായ്,
ആ മഹാനെ അപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടുവരാമായിരുന്നു. അത് തന്നെ ശർമാജി ഞാനും പറഞ്ഞത്. കാല് പിടിച്ചുവരെ ഞാൻ അപേക്ഷിച്ചു നോക്കിയതാ. ചെറിയൊരു പുഞ്ചിരിയോടെ തീർച്ചയായിട്ടും വരാന്ന് പറഞ്ഞു. എന്റെ മുന്നിൽ അത്ഭുതങ്ങൾ കാട്ടി ശരിക്കും ദൈവമാണെന്ന് തെളിയിച്ചു. നോക്കൂ ചാന്തുഭായി, ഇതുപോലുള്ള ജാലവിദ്യക്കാരെയൊക്കെ വഴിവെക്കലൊക്കെ കാണാം. അവരെയെല്ലാം അള്ളാന്ന് പറഞ്ഞ് വണങ്ങാൻ നിന്നാൽ തെരുവിലുള്ള ഫക്കീർമാരെയെല്ലാം അങ്ങനെ വണങ്ങേണ്ട വരും. ആ, നിങ്ങൾ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുക അഹമ്മദ്ക്ക. നിങ്ങൾ പറയുന്ന ഫക്കീറും ആ ഫക്കീറും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പുണ്യം ചെയ്താലേ ഇത്തരത്തിലുള്ള ആളുകളുടെ ദർശനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു പ്രാവശ്യം അദ്ദേഹത്തെ കണ്ട 1000 തവണ മക്കയ്ക്ക് പോയ ഫലം കിട്ടും. ഇത് സത്യമാണ്. ചാന്തുഭായി, നിങ്ങൾ ഇത്ര നേരം പറയുന്നത് കേട്ടപ്പോ ആ മഹാൻ ഇപ്പോൾ തന്നെ കാണാൻ തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും പോയി അന്വേഷിച്ചു നോക്കാം. ആ മഹാൻ എവിടെ വെച്ച് കണ്ടാലും കാലിൽ വീണ് കെഞ്ചി നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നവരായിരുന്നെങ്കിൽ വിളിച്ചോണ്ട് വരാമായിരുന്നു. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ആ മഹാനെ എവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാനാ? ഇനി അവരുടെ ദർശനഭാഗ്യം എപ്പോൾ കിട്ടുവോ ആവോ. ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുന്നവരായിരുന്നെങ്കിൽ വിളിച്ചോണ്ട് വരാമായിരുന്നു. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ആ മഹാനെ എവിടെ ചെന്ന് കൂട്ടിക്കൊണ്ടുവരാനാ? ഇനി അവരുടെ ദർശനഭാഗ്യം എപ്പോൾ കിട്ടുവോ ആവോ. കളിയിൽ ശ്വാസം വിട്ടിട്ട് നീ തോപ്പിച്ചില്ലേടാ. നീ ശ്വാസം വിടാതെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മ ജയിച്ചേനേടാ. നിങ്ങൾക്ക് എന്താടാ അത് പറയാം. ശ്വാസം വിടാതെ പറഞ്ഞിട്ട് എത്ര വിഷമിച്ചെന്നറിയോ? ശ്വാസം വിടാതെ പറയാൻ ആ അള്ളാഹുവിന് പോലും പറ്റില്ല. അല്ലാഹുവിന് മാത്രമല്ല, കുറച്ച് ക്ഷമയും സംയമനവും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജയിക്കാം. നോക്കിയ പക്കീരെ, ഇത് കബഡി കളിയാ. തനിക്കിതിനെപ്പറ്റി എന്തറിയാ? എനിക്കറിയാത്തത് പോകട്ടെ, പക്ഷേ അറിഞ്ഞിട്ടും നീ തോറ്റില്ലേ? ഞാൻ വല്ലാണ്ട് തളർന്നു പോയി. ശ്വാസം വിട്ടപ്പോ തോറ്റും പോയി. അപ്പോൾ അവരെങ്ങനെ ജയിച്ചു? ഒരുത്തനെ 5 പേരും കൂടി പിടിച്ചാ തോറ്റു പോവില്ലേ? പക്ഷേ നിങ്ങൾ 7 പേരുണ്ടല്ലോ. ഞങ്ങൾ 7 പേരുണ്ടെങ്കിലും കബഡി എന്ന് പറയുന്ന ഞാൻ ഒരുത്തനല്ലേ? അങ്ങനെയെങ്കിൽ ആ ഒരാൾ 7 പേർക്ക് സമനാണെന്നല്ലേ അർത്ഥം? അതിന് 7 പേരെ കീഴ്പ്പെടുത്താനുള്ള ശക്തി നിനക്കുണ്ടായിരിക്കണമെന്നല്ലേ കളിയുടെ നിയമം? അതെ. പക്ഷേ ആ നിയമപ്രകാരം ജയിക്കേണ്ടതല്ലേ? പിന്നെങ്ങനെയാ നീ തോറ്റത്? വാചകോടി നിർത്തിയിട്ട് പറ്റുമെങ്കിൽ കളിച്ച് കാണിക്ക്, ഞങ്ങൾ വിശ്വസിക്കാം. എടാ, ഈ പക്കീറിന് കബഡി കളിയെ കുറിച്ച് എന്തറിയാം? കളിച്ച് ജയിച്ച് കാണിച്ചാൽ വിശ്വസിക്കില്ലേ? കളിച്ച് കാണിക്ക്, വിശ്വസിക്കാം. ശരി, കളിക്കാം. കണ്ടിട്ട് നന്നായി കളിക്കുന്നു തോന്നുന്നുണ്ടല്ലോ. കബഡി 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 കബഡി
കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി കബഡി. ഫക്കീരെ, നിങ്ങൾക്ക് ഇത്രയും ശക്തി എവിടെ നിന്ന് കിട്ടി? ഞങ്ങൾക്ക് ഇങ്ങനെ ശക്തി കിട്ടാൻ എന്ത് ചെയ്യണം? ജയിക്കാൻ വേണ്ടത് കായികബലം മാത്രമല്ല, ബുദ്ധിശക്തിയും വേണം. ജയിച്ചേ മതിയാകൂ എന്ന ആത്മവിശ്വാസം കൂടെയുണ്ടെങ്കിൽ ജയം തീർച്ചയായും വന്നു ചേരും. ജയമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ജയം നമ്മിലേക്ക് വന്നു ചേരും. അതിനാവശ്യമായത് ഏകാഗ്രത, പരിശ്രമം, ദൃഢനിശ്ചയം, ക്ഷമയും സംയമനവുമുണ്ടെങ്കിൽ വിജയം നമ്മുടെ പക്ഷത്താണ്. നാം ഏത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും അത് ഏകാഗ്രതയോടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിശ്ചയമായും വിജയം ലഭിക്കും. മാഷാ അല്ലാ. റഹീം, എന്താ അവിടെ ഒരു ബഹളം? ആര്, ഫക്കീറോ? ഓ, ആ വാ നോക്കാം. ഫക്കീരെ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വാ. ഫക്കീരെ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വാ. ഫക്കീരെ, വാ, ഫക്കീരെ, വാ, ഞങ്ങളുടെ കൂടെ കളിക്കാൻ വാ. സലാം ഫക്കീർ, സലാം. സുഖമല്ലേ അങ്ങയുടെ ദൈവം ചന്തുഭായി? സുഖായിരിക്കുന്നു. ഇത്ര നാളായി അങ്ങയുടെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു. വാക്ക് തന്നതല്ലേ ഈ ഫക്കീർ, വാക്ക് മാറില്ല. വരൂ ഫക്കീർ, വരൂ, ദയവായി വരൂ. വരൂ. അകത്തേക്ക് വരൂ. ദയവായി വന്നോളൂ. വരൂ വരൂ വരൂ. നല്ല കുതിരയല്ലേ? ഇത് പക്കീരുടെ വീടാണോ? നല്ല കുതിര. ഇതിന്റെ നല്ല വീടല്ലേ? അകത്തേക്ക് വരൂ. ഇരിക്കൂ ഫക്കീറെ, ഇരിക്കൂ. ഇരുന്നാലും. അല്ലാ മാലിക്. ബേഗം, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബിജിലിയെ കാണിച്ചു തന്ന ഫക്കീർ ഇതാണ്. അസ്സലാമു അലൈക്കും. അല്ലാ മാലിക്. ഫക്കീർ, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എനിക്കറിയില്ല. സാക്ഷാൽ ആ അള്ളാഹു തന്നെ വീട്ടിലേക്ക് നടന്നു വന്ന പോലെയുണ്ട്. ചാന്തുബായ്, അപരനിൽ ദൈവത്തെ ദർശിക്കുന്നവൻ യഥാർത്ഥ മനുഷ്യൻ. എൻ്റെ ഉള്ളിൽ നീ അള്ളാഹുവിനെ കാണുമ്പോൾ നിന്റെ ഉള്ളിൽ ഞാൻ റഹീമിനെ കാണുന്നു. ഫക്കീർ, എല്ലാം അറിയുന്ന അങ്ങെവിടെ? സാധാരണക്കാരനായ ഞാനെവിടെ? അങ്ങെവിടെ എത്തിയത് തന്നെ ഞങ്ങൾക്ക് സന്തോഷം. എനിക്കും സന്തോഷം. അതുകൊണ്ടല്ലേ അന്വേഷിച്ചു വന്നത്. നിങ്ങൾ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ 10 അടി നിങ്ങളുടെ അടുത്തേക്ക് വയ്ക്കും. നിങ്ങൾ ഒരടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ 10 അടി നിങ്ങളുടെ അടുത്തേക്ക് വയ്ക്കും. ഫക്കീർ, ഇവരെല്ലാരും എൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും സുഹൃത്തുക്കളുമാ. ഇവര് ഖാൻ ബായ്, അക്രം ബായ്, ഇദ്ദേഹം ശർമ്മ പണ്ഡിതൻ. റഹീം ബായ്, സുഖമല്ലേ? അഹമ്മദ്, ഞാൻ തെരുവിലലയുന്ന ഫക്കീറാണ്, അല്ലാഹുവല്ല. ഫക്കീറെ, ഞങ്ങളെ നിങ്ങൾക്ക് അറിയൂ? നിങ്ങളെയും അറിയാം, നിങ്ങളുടെ കുടുംബത്തെയും അറിയാം.
നിങ്ങളുടെ അച്ഛൻ എനിക്ക് വേണ്ടപ്പെട്ടയാളാണ്. ഇന്നലെയല്ലേ നിങ്ങളുടെ അച്ഛൻ ജാൻ അള്ളാഹുവിലേക്ക് ചേർന്നത്? ഫക്കീറെ, നിങ്ങൾ സാധാരണക്കാരനല്ല, സാക്ഷാൽ പടച്ചവൻ തന്നെ. സലാം. ഇവിടെയുള്ള എല്ലാവർക്കും ഞാൻ പുതിയ ആളായി തോന്നിയാലും നിങ്ങളെ എല്ലാവരെയും എനിക്ക് കാലങ്ങളായി അറിയാം. ഫക്കീർ, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. നിങ്ങൾക്കൊരു കുറവില്ലാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ ഇവിടെയാണെന്ന് വെച്ച് ഇവിടെ ആയിരിക്കണമെന്നില്ല ചാന്തുബായി. എവിടെയാണെങ്കിലും ഇവിടെയുള്ളതുപോലെയാ. നിങ്ങളുടെ മനസ്സിൽ ഞാനുണ്ടായാൽ മതി, എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുണ്ടാകും. എന്നാലും നീ കാണിച്ചു തരുന്ന സ്ഥലത്ത് ഞാനിരിക്കാം. ആ ഫക്കീർ, നിങ്ങൾക്ക് സ്ഥലം കാണിച്ചു തരാൻ തക്ക വലിപ്പമുള്ളവനല്ല ഞാൻ. നിന്റെ വലിപ്പവും വലുപ്പക്കുറവും അള്ളാഹുവിനറിയാം. കാരണം നീ കാണിച്ചു തരുന്ന സ്ഥലം എത്ര വലുതാണെന്ന് നിനക്കറിയില്ല. അങ്ങ് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വരൂ, അകത്തേക്ക് പോകാം. വന്നാലോ സ്വാമി? അക്രം ഭായ്, നിന്റെ മനസ്സിലെന്തോ സംശയമുള്ളതുപോലെയുണ്ടല്ലോ. എന്തിനാ മടിക്കുന്നേ? ചോദിക്കൂ. അതെ ഫക്കീറെ, എനിക്ക് 4 പത്നിമാരും 9 കുട്ടികളുമുണ്ട്. അവരെയൊക്കെ എനിക്ക് പോറ്റാൻ കഴിയുന്നില്ല. എന്നോട് കരുണ തോന്നി എന്നെ അനുഗ്രഹിക്കണം. സമാധാനത്തോടെ മക്കായാത്ര ചെയ്ത് അള്ളാഹുവിങ്കൽ ചേരാനാ. മക്കയാത്ര ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ ഇല്ലാതാകുന്നില്ല അക്രം ഭായ്. എന്നോടുള്ളത് പറയണം. മക്കയിൽ നിന്റെ ഭാര്യയും മക്കളെയും ഓർക്കാതിരിക്കാൻ സാധിക്കുമോ? അതെങ്ങനെ കഴിയും ഫക്കീർ? അവരെ എങ്ങനെ ഓർക്കാതിരിക്കും? എന്ന് വെച്ചാൽ ആ ബന്ധം ഉറച്ചതാണെന്നല്ലേ? അതെ. അപ്പോൾ മക്കായാത്ര കൊണ്ടെന്താ പ്രയോജനം? അങ്ങനെ ചോദിച്ചാൽ അത് ഫക്കീറെ, ആ, മനസ്സിലായി. മക്കയാത്ര ചെയ്യുന്നത് നല്ലത് തന്നെ, പുണ്യം കിട്ടും. പക്ഷേ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അകന്നു പോകരുത്, പാപം വന്നു ചേരും. വെള്ളത്തിലിറങ്ങി വേണം നീന്തൽ പഠിക്കാൻ. ആദ്യമൊക്കെ നീ അറിയാതെ തന്നെ നിന്റെ കൈകാലുകൾ വെള്ളത്തിൽ തുഴഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ജീവിത പങ്കാളിയിൽ നീ സൃഷ്ടാവായ അള്ളാഹുവിനെ കാണണം. അത് നീന്തൽ പോലെ ആദ്യമൊക്കെ ദുഷ്കരമായിരിക്കും, പിന്നീടത് ശീലമായിക്കൊള്ളും. അപ്പോൾ അതിലുള്ള സന്തോഷം നിനക്ക് അനുഭവിക്കാനാകും. അല്ലാഹ് എല്ലാം അറിയുന്നവനാണെന്ന് വിചാരിച്ച് മനസ്സ് നിന്റെ നിയന്ത്രണത്തിൽ വയ്ക്കുക. എൻ്റെ ബുദ്ധിശൂന്യതയെ മാറ്റിത്തന്നു. ഇത്രയും നാൾ ഞാൻ എൻ്റെ കടമയെ മറന്ന് ഒരു മണ്ടനെ പോലെ അലഞ്ഞു. എന്നോട് ക്ഷമിക്കണം. അല്ലാഹ് മാലിക്. ഫക്കീർ, ചാന്തുബാനെ പോലെ നല്ല സുഹൃത്തുള്ളതുകൊണ്ട് തപസ് ചെയ്യാത്തതിന് ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനം ലഭിച്ചു. തപസ് ചെയ്യാതെ നിങ്ങളെന്നെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരെ കാണാൻ ഞാൻ ഓരോ ജന്മത്തിലും തപസ് ചെയ്യേണ്ടി വരും. അല്ലാഹ് മാലിക്.